മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യം. കർശന ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു 90 ദിവസം പൂർത്തിയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി പത്മകുമാറും പുറത്തേക്കാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പത്മകുമാറും സ്വാഭാവിക ജാമ്യം നേടിക്കൊണ്ട് ജയിലിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 7 പ്രതികളാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇത്തരത്തിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. 5 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് സാധാരണ ജാമ്യവുമാണ് ലഭിച്ചത്. ഇപ്പോൾ പത്മകുമാറിന് കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും ദ്വാരപാലക കേസിലാണ് ഇപ്പോൾ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. ഇതോടെ ദ്വാരപാലക കേസിൽ കൂടി ജാമ്യം ലഭിച്ചതോടെ അങ്ങനെ പത്മകുമാറും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ജയിലിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 7 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത്. അതിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് സാധാരണ ജാമ്യവുമാണ് ലഭിച്ചത്. ഇപ്പോൾ പത്മകുമാറിനും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് ഇപ്പോൾ പത്മകുമാറിന്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇപ്പോൾ പത്മകുമാറിനും ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതും കർശന ഉപാധികളോടെ കൂടി തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെയാണ് ദ്വാരപാലക കേസിലും ഇത്തരത്തിൽ പത്മകുമാർ ജാമ്യ ഹർജി നൽകിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ ഒരു SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഇത്തരത്തിൽ പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന അടക്കമുള്ള രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം വ്യാപകമാകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ പത്മകുമാറും സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക കേസിലാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബിനോയ് ചേരുന്നു. ബിനോയ്, അങ്ങനെ പത്മകുമാറും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പത്മകുമാറിൻ്റെ ജാമ്യവും പത്മകുമാറിൻ്റെ അറസ്റ്റുമൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു. കാരണം പത്തനംതിട്ട CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആയിരുന്നു, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു. ഈ നിലയിലൊക്കെ തന്നെ പാർട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഇപ്പോഴത്തെ ജാമ്യവുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിന് കട്ടിളപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ ദ്വാരപാലക ശില്പത്തിൻ്റെ ചെമ്പുപാളികളിൽ സ്വർണം പൂശിയ സംഭവവുമായി ബന്ധപ്പെട്ടും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ 90 ദിവസം ജയിലിൽ കഴിഞ്ഞതിൻ്റെ ഭാഗമായും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടും സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പത്മകുമാർ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ 7 പേർക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് കോടതിയുടെ ജാമ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കോടതിയുടെ ജാമ്യം എന്ന് പറയുമ്പോൾ 41 ദിവസം പിന്നിട്ട തന്ത്രി കണ്ഠരര് രാജീവർക്കും ഒപ്പം 43 ദിവസം പിന്നിട്ട മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ശ്രീകുമാറിനുമാണ് അത്തരത്തിൽ 2 പേർക്ക് ജാമ്യം കിട്ടിയത്. അങ്ങനെ 7 പേർ ഏറ്റവും വലിയ വിവാദമുണ്ടായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും കട്ടിളപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലെ 7 പേർ ഇപ്പോൾ ജാമ്യം ലഭിച്ച പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിന് ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ നാൾവഴികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2019 ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളികളിൽ ചെമ്പ് കട്ടിളപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാനും ഒപ്പം ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തു കൊണ്ടുപോകുന്നതിനും അനുമതി നൽകി എന്നുള്ളതായിരുന്നു പത്മകുമാറിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം. മാത്രവുമല്ല, പത്മകുമാർ ഇത്തരത്തിൽ ഒരു അനുമതി നൽകുമ്പോഴേക്കും വലിയ
വലിയ തരത്തിലുള്ളൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നും പ്രത്യേക അന്വേഷണ സംഘം അവരുടെ FIR-ൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് വലിയ തരത്തിൽ നഷ്ടമുണ്ടാക്കി, അവരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തു. അങ്ങനെ വലിയ തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നതാണ് എ പത്മകുമാറിനെതിരെ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കുറ്റപത്രം വൈകിയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് എ പത്മകുമാർ പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം CPM-നെ തന്നെ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാക്കിയതായിരുന്നു എ പത്മകുമാറിൻ്റെ അറസ്റ്റ്. കാരണം പാർട്ടിയുടെ ഒരു സമുന്നത നേതാവായിരുന്നു. പാർട്ടി CPM-ൻ്റെ നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയും ചെയ്യുന്നു. ഈ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് പാർട്ടി എ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ എങ്കിലും തന്നെ പാർട്ടി എന്ന് പറഞ്ഞിരുന്നത് കൃത്യമായി കുറ്റപത്രം എപ്പോഴെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോൾ എ പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അന്ന് നടപടിയെടുക്കും എന്നായിരുന്നു പാർട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ എ പത്മകുമാറിന് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. ഈ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിൻ്റെ ഒട്ടുമിക്ക ദിവസങ്ങളും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിച്ച് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. സഭാ നടപടികളെ പോലും തടസ്സപ്പെടുന്ന തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടും എ പത്മകുമാറിൻ്റെയും ഒപ്പം തന്നെ N വാസുവിൻ്റെയും അതുകൂടാതെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായൊരു അന്വേഷണം വേണമെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷം വലിയ തരത്തിൽ നിയമസഭയിൽ ശബ്ദമുയർത്തിയതും ഒപ്പം തന്നെ നിയമസഭാ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തിയതുമൊക്കെ. അത്തരത്തിൽ രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സ്വർണ്ണപ്പാളി വിവാദവും ഒപ്പം തന്നെ കട്ടളപ്പാളി വിവാദവും. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണം ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരികയാണ്. ഇതുകൂടാതെ കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കുന്നതിനിടയിലാണ് എ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറ്റപത്രം 90 ദിവസത്തിനകം എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പല ആവർത്തി പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതി അവിടെ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു. ഇവർക്ക് ജാമ്യം നൽകിയാൽ അത് കേസ് അന്വേഷണത്തെയോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയോ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ ആശങ്ക വേണ്ട എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു. ഇത് ഒരു പിടിവള്ളിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഏത് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെയും അതിന് മറുപടിയായി CPM-ന് പറയാൻ കഴിയുക ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യത്തിൽ ചർച്ച അനിവാര്യമാണ് എന്ന് തന്നെ CPM-ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സമയത്താണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതും സ്വാഭാവിക ജാമ്യമാണ്. ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുറ്റപത്രം ഇത്ര വൈകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി കോൺഗ്രസും ഒപ്പം UDF-ലെ ഘടകകക്ഷികളും BJP-യും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഇത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതിൽ സ്വർണത്തിൻ്റെ മേന്മ കണ്ടെത്താനോ ഒക്കെ തന്നെ ഇത് പൂർണ്ണതോതിൽ ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറ്റപത്രം തയ്യാറാക്കി നൽകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഈ കുറ്റപത്രം തയ്യാറാക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 90 ദിവസം ജയിലിൽ പിന്നിട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് വരുന്നത്. കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. വിദേശയാത്ര ഉൾപ്പെടെയുള്ള തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടരുത്. അതുകൂടാതെ മറ്റ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മറ്റു പ്രതികളുമായുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറച്ചിലോ പാടില്ല എന്ന തരത്തിലൊക്കെയുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ വിവാദവുമായി ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട 7 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യമാണ്. അതിൽ എ പത്മകുമാറും ഒപ്പം തന്നെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന മുരാരി ബാബു, സുധീഷ് ഇങ്ങനെ തുടങ്ങി 7 പേർക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അതിൽ 2 പേരുടെ ജാമ്യം, അതായത് കൃഷ്ണകുമാറിൻ്റെയും ഒപ്പം തന്നെ തന്ത്രിയുടെയും ജാമ്യം കോടതി തന്നെ അനുവദിക്കുകയായിരുന്നു. വാദം കേട്ടതിന് ശേഷം അനുവദിച്ച് നൽകുകയായിരുന്നു. ഇവർ 2 പേരും ഇപ്പോഴും അങ്ങനെ 7 പേര് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. 90 ദിവസം ജയിൽവാസം കഴിഞ്ഞതിന് ശേഷമാണ് എ പത്മകുമാറും പുറത്തേക്ക് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ല ആയതിനു ശേഷം അവിടുത്തെ ആദ്യത്തെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എ പത്മകുമാർ. രാഷ്ട്രീയപരമായി
കോൺഗ്രസുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം കോന്നിയിൽ നിന്ന് മത്സരിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയി നിയമസഭയിലെത്തി. അതിനെല്ലാം ഉപരിയായി ഇടതും സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോഴേക്കും എ പത്മകുമാറിന് ഉചിതമായൊരു സ്ഥാനമെന്ന നിലയ്ക്കായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനം നൽകിയ ഒരു CPIMൻ്റെ നേതാവ് ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ. ഇത്തരത്തിലൊക്കെയുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരാൾ അന്ന് തന്നെ അറസ്റ്റിലാക്കപ്പെടുകയും ഒപ്പം തന്നെ റിമാൻഡ് ചെയ്യപ്പെടുകയും ജയിലിലാകുകയൊക്കെ ചെയ്ത് വലിയ തരത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. നിലവിൽ എ പത്മകുമാറിന് ജാമ്യം കിട്ടിയ സംഭവവും കോൺഗ്രസ് വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടിയുള്ള ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് നേരത്തെ മുതൽ തന്നെ കോൺഗ്രസും BJPയും ഒക്കെ ഉന്നയിച്ചിരുന്നു. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസും BJPയും മത്സരരംഗത്ത് എത്തിയതും. ഇതേ വിഷയം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കോൺഗ്രസും BJPയും തയ്യാറെടുക്കുമ്പോഴാണ് എ പത്മകുമാറിന് ഇപ്പോൾ ജാമ്യം കിട്ടുന്നത്. ഈ സ്വാഭാവിക ജാമ്യത്തെ ഒരു കാരണവശാലും അന്വേഷണ സംഘത്തിനോ മറ്റോ തടയാൻ കഴിയില്ല. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് നിയമപ്രകാരം ഒരു സ്വാഭാവിക ജാമ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുവാൻ അവസരമൊരുങ്ങിയിരിക്കുന്നത്. എന്തായാലും എ പത്മകുമാർ കൂടി പുറത്തിറങ്ങുമ്പോഴേക്കും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട 7ാമത്തെ ആളും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത്, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന, അതായത് എ പത്മകുമാറിൻ്റെ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന 2 പേർ ഇപ്പോഴും ജയിലിലുണ്ട്. അത് KP ശങ്കരദാസും ഒപ്പം വിജയകുമാറുമാണ്. ഈ 2 പേരും ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ശങ്കരദാസിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. വിജയകുമാറിൻ്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലെത്തിയില്ലെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഈ എ പത്മകുമാറിനോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്ന 2 പേർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം 2025 സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. 2025 ഈ ദ്വാരപാലക ശില്പത്തിന് മുകളിൽ പതിച്ചിരുന്ന ചെമ്പ് തകിടിൽ സ്വർണ്ണം പൂശിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിവാദം ഉയർന്നു വന്നിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഇതുവരെയായും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ഈ കേസിൻ്റെ നാൾവഴികളിലൂടെ കടന്നു പോകുമ്പോൾ അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു കോൺഗ്രസും BJPയും ശ്രമിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും എ പത്മകുമാറിന് ജാമ്യം ലഭിച്ചതോടുകൂടി തന്നെ രാഷ്ട്രീയ ചർച്ചകൾ വലിയ തോതിൽ ഉയരും. അത് പ്രധാനപ്പെട്ടും എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ചെറിയ ആളല്ല. CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനുപരിയായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു. ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല എ പത്മകുമാറിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാതിരുന്നതും വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. നിലവിൽ അങ്ങനെ 7 പേർക്ക് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 5 പേർക്ക് സ്വാഭാവിക ജാമ്യമാണ്. 2 പേർക്ക് അല്ലാതെ കോടതി വാദം കേട്ടതിന് ശേഷം ജാമ്യം അനുവദിക്കുകയായിരുന്നു. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കട്ടിലപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഇതോടുകൂടി എ പത്മകുമാറും ജയിലിന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 7 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത്. അതിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യം, പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സ്വാഭാവിക ജാമ്യവും അതുപോലെ തന്നെ 2 പേർക്ക് സാധാരണ കോടതി ജാമ്യവുമാണ് ലഭിച്ചത്. ഇപ്പോൾ എ പത്മകുമാറിന് കൂടി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.